കോഴിക്കോട് താമരശ്ശേരിയിലെ 9 വയസ്സുകാരിയുടെ മരണകാരണം അമീബിക് മസ്തിഷ്ക ജ്വരം കൊണ്ടല്ല എന്ന പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന് പിന്നാലെ കുടുംബം നിയമ നടപടി എടുക്കാൻ ഒരുങ്ങുന്നുവെന്ന് ഞങ്ങളുടെ കോഴിക്കോട് ബ്യൂറോ പറയുന്നു. ഡോക്ടറെ ആക്രമിച്ച കുട്ടിയുടെ പിതാവ് സനൂപിനെ ഇന്ന് താമരശ്ശേരി താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ച് തെളിവെടുപ്പ് നടത്തിയേക്കും. മിഥില ബാലൻ താമരശ്ശേരിയിൽ നിന്നും തത്സമയം ചേരുകയാണ്. മിഥില, ഗുഡ് മോർണിംഗ്. ഏത് രീതിയിലുള്ളൊരു നിയമ പോരാട്ടത്തിനാണ് കുടുംബം തയ്യാറെടുക്കുന്നത്? ഗുഡ് മോർണിംഗ് എസ്കെൻ. ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെയാണ് കുടുംബം ഇപ്പോൾ നിയമ നടപടിയുമായി മുന്നോട്ട് പോകാൻ തീരുമാനിച്ചിട്ടുള്ളത്. രാവിലെ ജില്ലാ കോടതിയിൽ എത്തി കുടുംബം കോടതിയെ സമീപിക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. അതിനുശേഷമായിരിക്കും എന്താണ് ഇക്കാര്യത്തിൽ പറയാനുള്ളത് എന്ന് മാധ്യമങ്ങളോട് വ്യക്തമാക്കുക. നിലവിലിപ്പോൾ സനൂപിൻ്റെ സുഹൃത്തും അന്ന് ഇത്തരത്തിൽ ചികിത്സാ പിഴവ് ഉണ്ട് എന്ന ഒരു ഗുരുതരമായ ആരോപണം ഉന്നയിച്ച് കുടുംബത്തിനൊപ്പം നിന്ന രാജേഷ് എനിക്കൊപ്പം ചേരുന്നുണ്ട്. രാജേഷ്, നിലവിലിപ്പോൾ അന്ന് ഉന്നയിച്ച ഒരു ആരോപണം എന്നത് ചികിത്സാ പിഴവാണ്, കൃത്യമായ ചികിത്സ ലഭിച്ചില്ല, അമീബിക് മസ്തിഷ്ക ജ്വരമല്ല കുട്ടിയുടെ മരണകാരണം എന്നൊക്കെയായിരുന്നു. ആ ഒരു കാര്യം സാധൂകരിക്കുന്ന രീതിയിലുള്ള പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടാണ് പുറത്തു വന്നിരിക്കുന്നത്. നിയമ പോരാട്ടവുമായി കുടുംബം മുന്നോട്ട് പോകുമെന്ന് പറയുന്നു. തീർച്ചയായും അദ്ദേഹം ഈ നിയമ പോരാട്ടവുമായി മുന്നോട്ട് പോകുമ്പോൾ അദ്ദേഹത്തിന് എല്ലാവിധ സപ്പോർട്ടും നാട്ടുകാരൻ എന്ന നിലയിൽ ഞങ്ങളുടെ നാട്ടുകാരുടെ എല്ലാവരുടെയും ഒരു സഹകരണം അദ്ദേഹത്തോടൊപ്പം ഉണ്ടാവും. മുമ്പ് അദ്ദേഹത്തോട് പറഞ്ഞിട്ടുമുള്ളതാണ്, എന്ത് സഹായമുണ്ടെങ്കിലും നിയമപരമായ എല്ലാ സഹായത്തിനും നാട്ടുകാരുടെ എല്ലാ സഹായവും നിങ്ങൾക്കുണ്ടാകുമെന്ന് അദ്ദേഹത്തെ അറിയിച്ചിട്ടുമുള്ളതാണ്. ഇതിനു മുമ്പ് അദ്ദേഹം എന്നെ ബന്ധപ്പെട്ടപ്പോൾ അദ്ദേഹത്തിന് ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കിട്ടുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ ആംബുലൻസിലെ സിസ്റ്ററുടെയും ഡ്രൈവറുടെയും ഫോൺ നമ്പർ അദ്ദേഹത്തിന് അന്നപ്പോൾ തന്നെ കൊടുക്കുകയും അദ്ദേഹം അത് ബന്ധപ്പെട്ട് അത് പഞ്ചായത്ത് സെക്രട്ടറിക്ക് കൈമാറുകയും എല്ലാം ചെയ്തിട്ടും അദ്ദേഹം ഏറ്റവും ഒടുവിലെ സനൂപ് പറഞ്ഞ കാര്യം എന്തായിരുന്നു? ഇപ്പം ഈ ഡോക്ടറെ ആക്രമിക്കാൻ ഇങ്ങോട്ട് വരുന്നതിന് മുൻപ് അമീബിക് മസ്തിഷ്ക ജ്വരമല്ല എന്ന് ആശുപത്രിയിൽ നിന്ന് സനൂപിനടുത്ത് പറഞ്ഞതിന് ശേഷമാണല്ലോ ഇത്തരമൊരു മാനസികാവസ്ഥയിലേക്ക് സനൂപ് പോയതെന്ന് ഭാര്യ പറയുകയുണ്ടായി. തീർച്ചയായും അത് സത്യമാണ്. കാരണം അദ്ദേഹം എന്നോട് പറഞ്ഞിട്ടുണ്ട്, മെഡിക്കൽ കോളേജിൽ പോയ സമയത്ത് അവർക്ക് ഇത് അറിയാൻ കഴിഞ്ഞു, ഈ ഒരു അമീബയുടെ ഈ ഒരു സാന്നിധ്യം കൊണ്ടല്ല കുട്ടി മരിച്ചത് എന്ന് അവിടുന്ന് ഒരു ഡോക്ടർ ഇവരോട് കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. പക്ഷേ എൻ്റെ മോളുടെ ഈ ഒരു മരണത്തിന് കാരണം ഈ ഒരു ഹോസ്പിറ്റലിലെ ചികിത്സാ പിഴവ് തന്നെയാണ്. ഇവർ വേണ്ട രീതിയിൽ ഇവിടുന്ന് ആ കുട്ടിക്ക് നല്ലൊരു ചികിത്സ കൊടുത്തിരുന്നെങ്കിൽ ഇന്ന് ആ കുട്ടി ഇവിടെ നമ്മോടൊപ്പം ഉണ്ടാകുമായിരുന്നു. ആ ഒരു കൊടുക്കാത്തതിൻ്റെ ഒരു പ്രയാസമാണ് ഇന്ന് ആ കുട്ടി ഞങ്ങളെല്ലാവരെയും നമ്മുടെ നാട്ടുകാരെയൊക്കെ കണ്ണീരിലാഴ്ത്തി പോയിട്ടുള്ളത്. മറ്റ് ആ മെഡിക്കൽ കോളേജിൽ നിന്നുണ്ടായ ഒരു ദുരനുഭവത്തെക്കുറിച്ചും ഈ സനൂപ് നിങ്ങളടുത്ത് പറഞ്ഞു എന്ന് പറയുന്നു. അത് ഈ ഇവിടെ ഉണ്ടായിരുന്ന 2 കുട്ടികളെ ആ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അഡ്മിറ്റ് ചെയ്തു. ഇതേ അസുഖമാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇവരുടെ ചികിത്സയ്ക്ക് നല്ലൊരു പൈസ ചിലവ് വന്നപ്പോൾ പിന്നെ ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികളെല്ലാം ഇടപെട്ട് അങ്ങനെ ഇവരുടെ ചികിത്സ സർക്കാർ ഏറ്റെടുക്കുകയും പിന്നീട് ഇവർക്ക് താക്കീത് കൊടുത്തു, മാധ്യമങ്ങൾക്ക് ഒരിക്കലും പോയി ഒരു റിപ്പോർട്ട് പോലും നൽകരുത്, അങ്ങനെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ മാധ്യമങ്ങളോട് സംസാരിച്ച് കഴിഞ്ഞാൽ ഈ ഒരു ചികിത്സയ്ക്ക് അത് ബാധിക്കും, നിങ്ങൾ ഒരിക്കലും ഇതിന് നിൽക്കരുത് എന്ന് ഇവരോട് പറഞ്ഞിട്ടുണ്ടായി. എസ്കാൻ, തീർച്ചയായും ഇതുമായി ബന്ധപ്പെട്ട നിയമ നടപടി സ്വീകരിക്കാൻ തന്നെയാണ് കുടുംബത്തിന്റെ തീരുമാനം. അതേസമയം തന്നെ സനൂപ് ഇപ്പോൾ 2 ദിവസത്തെ പോലീസ് കസ്റ്റഡിയിലാണ്. ഇന്ന് സനൂപിനെ ഈ ആശുപത്രിയിൽ എത്തിച്ച് തെളിവെടുപ്പ് നടത്തും എന്നാണ് താമരശ്ശേരി പോലീസ് അറിയിച്ചിട്ടുള്ളത്. എന്നാൽ സമയം കൃത്യമായി പറഞ്ഞിട്ടില്ല. എന്തുതന്നെയായാലും ഇന്നിപ്പോൾ നടക്കാനുള്ളത് ഈ ഒരു വിഷയത്തിൽ ഒന്ന് കുടുംബം നിയമ നടപടിയുമായി മുന്നോട്ട് പോകും. അതിന് ജില്ലാ കോടതിയിൽ അവർ ഇതുമായി ബന്ധപ്പെട്ട ഹർജി നൽകും. മറ്റൊന്ന് ഈ സനൂപിന്റെ തെളിവെടുപ്പാണ്. എസ്കാൻ, ഓക്കെ, താങ്ക് യു. മിഥില ബാലനാണ് കോഴിക്കോട് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.